ഡൽഹി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് ആം ആദ്മി പാർട്ടി. AAPP നേതാവും കൌൺസിലറുമായ ഷെല്ലി ഒബ്രോയ് സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. അതേസമയം ഭൂരിപക്ഷം ഉറപ്പില്ലാത്ത AAP ബഹളമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നുവെന്ന് BJP കുറ്റപ്പെടുത്തി. 15 വർഷത്തെ BJP ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ടാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചത്. 250 അംഗ നഗരസഭയിൽ 134 സീറ്റോടെയായിരുന്നു ആം ആദ്മിയുടെ ജയം. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും മേയറെ തെരഞ്ഞെടുക്കാൻ സാധിക്കാത്തത് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. ഇതിനിടെ 2 തവണ മേയർ തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിലും നടപടികൾ പൂർത്തീകരിക്കാനായില്ല. നോമിനേറ്റഡ് അംഗങ്ങളും കൌൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് മേയർ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാനിരിക്കെ ബഹളമുയരുകയായിരുന്നു. ബഹളത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കാതായതോടെയാണ് ആം ആദ്മി പാർട്ടി നേതാവും 86-ാം വാർഡ് കൌൺസിലറുമായ ഷെല്ലി ഒബ്രോയ് കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വിജയിക്കാൻ മതിയായ സംഖ്യയുള്ളതിനാൽ മേയർ തെരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കരുതെന്ന ഉദ്ദേശത്തോടെയാണ് BJP സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതെന്ന് ആം ആദ്മി ആരോപിച്ചു. അതേസമയം സഭയിൽ ബഹളം സൃഷ്ടിച്ച് മേയർ തെരഞ്ഞെടുപ്പിൽ നിന്നും ആം ആദ്മി ഒളിച്ചോടുകയാണെന്ന് BJP കുറ്റപ്പെടുത്തി. ഭൂരിപക്ഷം ഉറപ്പില്ലാത്തതിനാൽ കോടതിയിൽ പോകുന്നത് തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുവാനുള്ള തന്ത്രമാണെന്ന് പറഞ്ഞ BJP വക്താവ് പ്രവീൺ ശങ്കർ കപൂർ മേയറിന് തന്നേക്കാൾ ജനപ്രീതി ലഭിക്കുമോ എന്ന കെജ്രിവാളിന്റെ ഭയമാണ് തെരഞ്ഞെടുപ്പ് നീളാൻ കാരണമെന്നും വിമർശിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.